എൻ്റെ പേര് ബോബി ജെയിംസ്. വീട്ടുപേര് പീടിയേക്കൽ, താമസിക്കുന്നത് അതിരമ്പുഴയിലാണ്. ഞാനിപ്പോൾ അതിരമ്പുഴ സെൻറ്റ് അലോഷ്യസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗത്തിൽ സോഷ്യൽ സയൻസ് പഠിപ്പിക്കുന്നു. കഴിഞ്ഞ 16 കൊല്ലമായിട്ട് സർവീസിലുണ്ട്. നേരത്തെ ഞാൻ സൗത്ത് ആഫ്രിക്കയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ വെച്ച് ഒരു ആക്സിഡൻ്റ് ഉണ്ടായതിനു ശേഷം ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന ഇവിടെ ടെസ്റ്റ് എഴുതി, സ്കൂളിലെ കോർപ്പറേറ്റിൻ്റെ ടെസ്റ്റ് എഴുതിയാണ്. ടെസ്റ്റും ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്താണ് ഞാൻ സ്കൂളിലെ നിയമനം നേടിയത്. സൗത്ത് ആഫ്രിക്കയിൽ 2 കൊല്ലത്തോളം ഉണ്ടായിരുന്നു. അവിടെ ടീച്ചിങ് പ്രൊഫഷനായിട്ടാണ് അവിടെ ചെന്നത്. ടീച്ചിങ് പ്രൊഫഷന് ഇച്ചിരി താമസം നേരിട്ടതിനാൽ ചെറിയൊരു ബിസിനസ്സിലേക്ക് 2 കൊല്ലം കടക്കേണ്ടി വന്നു. അങ്ങനെ അവിടെ വെച്ച് ഉണ്ടായ ഒരു അപകടത്തിൽ സ്പൈനൽ കോഡിന് പരിക്ക് പറ്റി. T4 T5 ലെവലിൽ ലാമിനയ്ക്ക് കൺഫ്യൂഷൻ ഉണ്ടായി. സ്പൈനൽ കോഡിന് പരിക്ക് പറ്റി. 1998 ആഫ്രിക്കയിൽ പോയതെങ്കിലും 2000 അപകടം സംഭവിക്കുക. അതുകൊണ്ട് ഇപ്പോൾ 25 കൊല്ലം പൂർത്തിയായി. സ്പൈനൽ കോഡിന് പരിക്ക് പറ്റി അരയ്ക്ക് താഴോട്ട് പാരലൈസ് ആയിരിക്കുകയാണ്. അതിനുശേഷമാണ് ഞാൻ നാട്ടിൽ തിരിച്ചെത്തിയതിന് ശേഷം ഏതാണ്ട് 12 കൊല്ലക്കാലം ട്യൂഷൻ വീടിലെ പല ക്ലാസ്സുകളിലായി ഒരു 4-5 മണിക്കൂർ ഡെയിലി ട്യൂഷൻ എടുക്കുമായിരുന്നു. അതിനുശേഷമാണ് കോർപ്പറേറ്റിൻ്റെ ടെസ്റ്റ് എഴുതി ഞാൻ സ്കൂളിൽ നിയമനം നേടുന്നത്. അതിൻ്റെ ഇടയ്ക്ക്, ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഇടയ്ക്ക് ഒത്തിരിയേറെ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയി. അതിലേറ്റവും പ്രധാനപ്പെട്ടത്, ഇങ്ങനെ പ്രത്യേകിച്ച് സ്പൈനൽ കോഡിന് പരിക്ക് പറ്റി കഴിയുന്ന ആൾക്കാരുമായി ബന്ധപ്പെടാനായിട്ട് ഞാൻ പരിശ്രമിച്ചു. അങ്ങനെ ഞാൻ ഓരോ പഞ്ചായത്തിലെയും പാലിയേറ്റീവ് സിസ്റ്റേഴ്സിൻ്റെ നമ്പർ കളക്ട് ചെയ്ത് ഓരോ പഞ്ചായത്തിലെയും സ്പൈനൽ കോഡിന് പരിക്ക് പറ്റിയവരുടെ ഒരു നമ്പർ എടുക്കാനുള്ളൊരു ശ്രമം നടത്തി. അങ്ങനെ ആദ്യം ഞങ്ങൾക്ക് ഒരു 15 പേരുടെ നമ്പർ കിട്ടി. ആ നമ്പർ വെച്ച് ഞങ്ങളുടെ ഒരു സംഘടന തുടങ്ങി. ആ സംഘടനയുടെ പേരാണ് സ്പൈൻ ഇഞ്ചേർഡ് പേഴ്സൺസ് വെൽഫെയർ അസോസിയേഷൻ, SIPO എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന സംഘടന. ഇന്ന് ആ സംഘടനയിലെ 25 കൊല്ലം കൊണ്ട് ഏതാണ്ട് 2280 അംഗങ്ങൾ 14 ജില്ലകളിലായിട്ടുണ്ട്. പ്രത്യേകിച്ച് വളരെ പാവപ്പെട്ട, ഒത്തിരി കഷ്ടപ്പെടുന്ന, സ്പൈനൽ കോഡിന് പരിക്ക് പറ്റി ഭിന്നശേഷിക്കാരിൽ ഏറ്റവും കഷ്ടപ്പെടുന്ന ഒരു വിഭാഗമാണ് ഈ സ്പൈനൽ കോഡിന് പരിക്ക് പറ്റിയവർ. അവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്നവരാണ്. ശാരീരികമായി ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ്. ബെഡ് സോറും അതുപോലെ യൂറിനറി ഇൻഫെക്ഷനും ഒക്കെ അവരെ നിരന്തരം അലട്ടുന്നുണ്ട്. അപ്പോൾ അവരെ എങ്ങനെ സഹായിക്കാമെന്നൊരു ചിന്ത എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. ആ ചിന്തയിൽ നിന്നാണ് ഇങ്ങനെ ഒരു സംഘടനയെ രൂപപ്പെടുത്തണമെന്നൊരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായത്. അങ്ങനെയാണ് 2011 ഞങ്ങൾ ഈ സംഘടന ആരംഭിക്കുന്നത്. 15 പേരാണ് ആദ്യമേ ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് 2200 പേരോളം ഈ സംഘടനയിലെ അംഗത്വം നേടിയിട്ടുണ്ട് എന്ന് പറയാൻ ഒത്തിരിയേറെ സന്തോഷമുണ്ട്. അവരെ പലതവണയായിട്ട് ഞങ്ങൾ അവരുടെ അനുഭവങ്ങൾ അറിയാനും അവരുടെ ബുദ്ധിമുട്ടുകൾ അറിയാനും ശ്രമിക്കാറുണ്ട്. അതിനായിട്ട് എല്ലാ ദിവസവും ഞങ്ങൾ കോൺഫറൻസ് കോളുകൾ കൂടാറുണ്ട്. വീഡിയോ കോളിലൂടെയും അവരുടെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മനസ്സിലാക്കി അതനുസരിച്ച് അവരെ സാമ്പത്തികമായും മറ്റും സഹായിക്കാനുള്ള പല പദ്ധതികളും ഞങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അവരുടെ കുട്ടികൾക്ക് ഉള്ളവർക്ക് വിദ്യാഭ്യാസ സഹായമായും, പെൺമക്കളെ കെട്ടിക്കേണ്ട അവസ്ഥ സംജാതമാകുമ്പോൾ വിവാഹ സഹായമായും, അതോടൊപ്പം തന്നെ അവർക്ക് സഹായ ഉപകരണങ്ങൾ ആവശ്യമുള്ളപ്പോൾ അതും എത്തിക്കുക. അങ്ങനെയുള്ള വലിയ പദ്ധതികൾ ഞങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിന് വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും ഒക്കെ നിർലോഭമായ സഹകരണം ഈ കഴിഞ്ഞ 14 വർഷം കൊണ്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നതിൽ ഒത്തിരിയേറെ സന്തോഷമുണ്ട്. അപ്പം അവരുടെ സന്തോഷമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങളുടെ സംഘടനയെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ മുതൽക്കൂട്ട്. ശാരീരികമായി ഏറെ വേദന അനുഭവിക്കുന്ന ഇവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏതാണ്ട് 150 പേർക്ക് 3000 രൂപ വീതം പെൻഷൻ കൊടുക്കുന്ന ഒരു പുതിയ പദ്ധതിയും ആവിഷ്കരിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് ഒത്തിരിയേറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ അവരുടെ ഓണത്തിനും അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനത്തിനുമൊക്കെ അവരെ വിളിച്ചു കൂട്ടി അവർക്ക് ഓണക്കിറ്റുകൾ, അല്ലെങ്കിൽ സഹായ ഉപകരണങ്ങൾ, മരുന്നുകൾ, അതോടൊപ്പം തന്നെ അവർക്ക് ഓണക്കോടി, ഓണസദ്യ, ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ ഞങ്ങൾ നടത്താറുണ്ട്. അത് വർഷത്തിലെ പ്രധാനമായും 3 പ്രാവശ്യമാണ് നടത്തുക. അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനം എല്ലാ വർഷവും ഡിസംബർ 3-നാണ് ആചരിക്കുന്നത്. അന്നേ ദിവസം അവരെല്ലാം വിളിച്ചു കൂട്ടി അവരെ ആദരിക്കുകയും അവർക്ക് കിറ്റും സമ്മാനങ്ങളും ഒക്കെ നൽകി
അവരെ സന്തോഷത്തോടെ വീടുകളിലേക്ക് അവർ പോകുന്ന മനോഹരമായ കാഴ്ച കാണുമ്പോൾ മനസ്സിനേറെ സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ആനുവൽ മീറ്റിംഗ് നടക്കുന്നത് എല്ലാ വർഷവും ഏപ്രിലാണ്. ഏപ്രിൽ മാസം ഈ 14 ജില്ലകളിൽ നിന്നായി ഏതാണ്ട് 300ഓളം പേരാണ് വീൽചെയറിൽ അതിരമ്പുഴ സെൻറ്റ് അലോഷ്യസ് സ്കൂളിൻ്റെ ഇൻഡോർ സ്റ്റേഡിയത്തിലെത്തി അവിടെ വീൽചെയറിലും ട്രൈ വീലറിലും എത്തി ഈ പരിപാടിയിൽ പങ്കെടുക്കുക. രാവിലെ മുതൽ വൈകുന്നേരം വരെയാണ് സാധാരണ ഞങ്ങളുടെ ആനുവൽ മീറ്റിംഗ് നടക്കുക. അവിടെ വെച്ച് ഇവർക്കെല്ലാം ഈ പറഞ്ഞ പോലെ കിറ്റും സഹായ ഉപകരണങ്ങളും മരുന്നുകളും മറ്റുമെല്ലാം ഞങ്ങൾ പ്രദാനം ചെയ്യാറുണ്ട്. അതോടൊപ്പം അധ്യാപന ജീവിതം വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും ദൈവാനുഗ്രഹത്താൽ എനിക്ക് സാധിക്കുന്നു. ഈ സ്കൂളിൽ വന്നതിന് ശേഷം ഇവിടുത്തെ മാനേജ്മെൻറ്റും അധ്യാപകരും അതോടൊപ്പം തന്നെ മറ്റെല്ലാവരുടെയും അകമഴിഞ്ഞ സഹകരണം എല്ലാ കാര്യത്തിലുമുണ്ട്. എനിക്ക് ആവശ്യമായ വീൽചെയർ അക്സസിബിലിറ്റി ഇവിടെയുണ്ട്. സ്റ്റാഫ് റൂമിലേക്ക് വരാൻ റാമ്പും അതുപോലെ തന്നെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നിന്ന് ക്ലാസ്സിലേക്ക് പോകാനായിട്ട് റാമ്പുകളുമൊക്കെ മാനേജ്മെൻറ്റ് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ അധ്യാപകരും എച്ച്എംമാരുമെല്ലാം വളരെ അകമഴിഞ്ഞ സഹകരണമാണ് എന്നോട് കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഇവിടുത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സ്നേഹത്തോടെ ഇടപെടുന്ന മനസ്സുള്ള കുട്ടികളാണ്. സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളാണ് ഞങ്ങളുടെ സ്കൂളിൽ, ഏതാണ്ട് 50%-ലധികവും. അതിൽ തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ കാറിലാണ് വരിക. കാറ് ഡിസൈൻ ചെയ്ത് അത് കയ്യിലാക്കി തന്നെ ഓടിച്ചാണ് ഇൻഡോർ സ്റ്റേഡിയത്തിലെത്തുക. അപ്പം തന്നെ കുട്ടികളൊക്കെ എന്ത് വേണം സാറേ എന്ന് ചോദിച്ച് ഓടി അടുത്ത് കൂടാറുണ്ട്, കാറിൻ്റെ അടുത്ത് കൂടാറുണ്ട്. അപ്പോൾ അവരൊക്കെ ഒത്തിരി സഹായിക്കാൻ മനസ്സുള്ളവരാണ്. ഇപ്പോഴത്തെ ഒരു പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇങ്ങനെയുള്ളവരെ സഹായിക്കാൻ ഒരു മനസ്സുണ്ടാക്കുക എന്നുള്ള വലിയൊരു ചിന്തയും എൻ്റെ മനസ്സിലുണ്ട്. അതോടൊപ്പം ഞാൻ അവരെ ക്ലാസ്സുകളിലൊക്കെ അവരോട് പറയാറുണ്ട്, നമുക്ക് സഹോദര സ്നേഹമെന്ന് പറയുന്നത് നിങ്ങളുടെ സ്വന്തം അനിയനെയും ചേട്ടനെയും മാത്രം സ്നേഹിക്കുക എന്നല്ല, കൂടപ്പിറപ്പുകളെ സ്നേഹിക്കുക എന്നല്ല, അതിലുപരി നിങ്ങൾ കാണുന്ന മനുഷ്യനെ സ്നേഹിക്കുക എന്നാണ്. മനുഷ്യനായി ജീവിക്കണമെങ്കിൽ മനുഷ്യനെ സ്നേഹിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. ആ ഒരു പോസിറ്റീവായിട്ടുള്ള ചിന്താഗതി ഇപ്പോഴത്തെ തലമുറയ്ക്ക് വളരെ കുറവാണ്. അത് പകർന്നു നൽകാൻ ഞാൻ എൻ്റെ ക്ലാസ്സിലെ പല പീരീഡുകളിലും ശ്രമിക്കാറുണ്ട്. നമുക്കറിയാം ഇന്നത്തെ കുട്ടികൾ ഈ സോഷ്യൽ മീഡിയയുടെ പുറകെ സഞ്ചരിക്കുന്നവരാണ്. അവർക്കൊന്നിനും സമയമില്ല, ബന്ധങ്ങളില്ല, അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സുമില്ല. അപ്പം നമുക്ക് സഹജീവികളെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യനെ മാത്രമല്ല മൃഗങ്ങളെയും സഹായിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകണമെന്നൊക്കെ ഞാൻ അവരോട് പറയാറുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസം കൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മൾ പറഞ്ഞ പോലെ ഓൾറൗണ്ട് ഡെവലപ്മെൻറ്റ് ഓഫ് പേഴ്സണാലിറ്റി എന്നൊരു വലിയ ആശയമാണ്. ഗാന്ധിജി അത് പറഞ്ഞപ്പോൾ തന്നെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും നല്ല മനുഷ്യനെ പുറത്തേക്കെടുക്കുക എന്നതാണ് വിദ്യാഭ്യാസത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം. അത് ശാരീരികവും മാനസികവും ആത്മീയമായ ഏറ്റവും നല്ലതിനെ പുറത്തേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് കഴിയണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ സ്നേഹമുണ്ടാകണം, മറ്റുള്ളവരെ പരിഗണിക്കുന്നവരാവണം, അവരെ സഹായിക്കുന്നവരാകണം, അവരുടെ വേദനകളിൽ പങ്കുചേരാൻ നമുക്ക് നമ്മുടെ മനസ്സിനെ വിട്ടുകൊടുക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെയൊക്കെ ഒരു ചിന്താഗതി വളർത്താൻ ഞാൻ ഈ അധ്യാപന ജീവിതത്തിൽ ശ്രമിക്കാറുണ്ട്. അങ്ങനെ കുട്ടികളെ ആ ഒരു തലത്തിലേക്ക്, ആ ഒരു ചിന്തയിലേക്ക് അവരെ കൊണ്ടുവരാനായിട്ടൊക്കെ പല ക്ലാസ്സിലും ശ്രമിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ അധ്യാപകർ, എച്ച്എംമാർ, നോൺ ടീച്ചിങ് സ്റ്റാഫ് എല്ലാവരും എന്താവശ്യത്തിന് വിളിച്ചാലും ഓടി വന്ന് എന്ത് വേണം സാറേ, ഞങ്ങളെന്ത് ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ട് എപ്പോഴും കൂടെയുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ അകമഴിഞ്ഞ സഹായവും സാന്നിധ്യവുമാണ് എനിക്ക് ഏറ്റവും തുണയായിട്ടുള്ളത്. അതിലുപരി എന്നെ ഞാനാക്കി മാറ്റിയത് എൻ്റെ സഹധർമ്മിണിയാണ്. ഷേർലി എന്നാണ് പേര്. ഇടുക്കിയിൽ പുളിക്കത്തൊട്ടി എന്ന ഗ്രാമത്തിലെ 3 പെൺമക്കളിലെ ഇളയ ആളാണ് ഷേർലി. അവൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് 2004 ഞങ്ങളുടെ കല്യാണം കഴിയുന്നത്. വീൽ ചെയറിലിരുന്നായിരുന്നു കല്യാണം. അപ്പം അതിനുശേഷമുള്ള ഈ ഏതാണ്ട് 21 കൊല്ലക്കാലം എനിക്കെല്ലാ പ്രോത്സാഹനവും നൽകി എന്നെ ഈ നിലയിലെത്തിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ പരിശ്രമിച്ചത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു നല്ല പങ്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം. ഞാൻ ഈ അസോസിയേഷൻ്റെ കിറ്റൊക്കെ പാക്ക് ചെയ്യുമ്പോഴത്തേനും ഓർക്കാറുണ്ട് എപ്പോഴും. ആദ്യമൊക്കെ വീടുകളിലാണ് ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയാണ് പാക്ക് ചെയ്യുന്നത്. അത് ഷേർലി ഒറ്റയ്ക്ക് തന്നെ 10-100 കിറ്റൊക്കെ 2-3 ദിവസം കൊണ്ട് പാക്ക് ചെയ്യും. അപ്പം മറ്റുള്ളവരെയൊക്കെ സഹായിക്കാനൊരു മനസ്സ് എന്നിൽ നിന്നും ഷേർലിക്കും കിട്ടിയിട്ടുണ്ട്. ആ ഒരു വലിയ മനസ്സിനുടമയാണ്. അപ്പം എൻ്റെ ജീവിതത്തിലുള്ള എല്ലാ വിജയങ്ങൾക്കും, അത് ഇതുവരെ എന്നെ വഴി നടത്തിയ ദൈവത്തിനോടൊപ്പം തന്നെ
എന്നെ ഞാനാക്കുന്നതിൽ എൻ്റെ ഭാര്യ വഹിച്ച പങ്കിനെ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ എന്നെ സഹായിക്കുന്ന എൻ്റെ കൂടപ്പുറം, ഞങ്ങൾ 10 പേരുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ വരിക. അപ്പോൾ എല്ലാവരും ജോലി തിരക്കുമായി പല പ്രദേശങ്ങളിലാണെങ്കിലും എപ്പോഴും എന്നെ വിളിക്കുകയും എന്താവശ്യത്തിന് ഓടിയെത്താൻ പരിശ്രമിക്കുകയും ചെയ്യുന്ന കൂടപ്പുറപ്പുകളാണ് എനിക്കുള്ളത്. ഞങ്ങളുടെ വീട്ടിൽ 5 അധ്യാപകരുണ്ട്, ഡോക്ടേഴ്സുണ്ട്, എൻജിനീയേഴ്സുണ്ട്, അഡ്വക്കറ്റുണ്ട്. അങ്ങനെ എല്ലാ മേഖലയിലും ആളുണ്ടെങ്കിലും അവരൊക്കെ എന്താവശ്യം പറഞ്ഞാലും ഓടിയെത്താനും വീട്ടിൽ ഞങ്ങൾ വർഷത്തിൽ 3-4 പ്രാവശ്യം ഒന്നിച്ചു കൂടി സന്തോഷമൊക്കെ പങ്കിടാനും സമയം കണ്ടെത്തി അവരൊക്കെ ഓടി വരാറുണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാം അകമഴിഞ്ഞ സ്നേഹവും സഹകരണവും കൊണ്ടാണ് ഞാൻ എൻ്റെ ജീവിതത്തെ ഈ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞാനെപ്പോഴും പറയാറുണ്ട്, നമ്മൾ താഴേക്ക് നോക്കുക. അത് ഞാൻ പലപ്പോഴും ഞങ്ങളുടെ അസോസിയേഷനിലെ ക്ലാസ് എടുക്കുമ്പോൾ പറയാറുണ്ട്, നമുക്ക് നോക്കേണ്ടത് താഴോട്ടാണ്. കാരണം എന്നേക്കാളും മോശമായ അവസ്ഥയിലുള്ള ആയിരക്കണക്കിന് ആൾക്കാർ ഞങ്ങളുടെ സംഘടനയിൽ തന്നെയുണ്ട്. നമുക്കറിയാം, സർവിക്കൽ ലെവലിലെ പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ കൈ പോലും അനക്കാൻ മേലാതെ കിടന്ന കിടപ്പിൽ ബെഡ് റിഡനായി കിടക്കുന്ന ഏതാണ്ട് 877 പേരാണ് ഞങ്ങളുടെ സംഘടനയിലുള്ളത്. അപ്പോൾ അവർക്ക്, നമ്മളെ സംബന്ധിച്ച് നമുക്ക് കാർ ഓടിക്കാം, സ്കൂളിൽ വരാം, പഠിപ്പിക്കാം, ബാത്റൂമിൽ പോകാം, കട്ടിലേക്ക് കയറാം, ഇങ്ങനെയുള്ള കാര്യമൊക്കെ ചെയ്യാം. പക്ഷെ ഒന്നും പറ്റാതെ വീട്ടിലെ ബെഡിൽ മാത്രം ബെഡ് റിഡനായി കിടക്കുന്ന ആൾക്കാരുണ്ട്. അവരിലേക്ക് നോക്കും, അവരുടെ വേദനകളുടെ മുമ്പിൽ ഞാൻ എപ്പോഴും ഓർക്കും, എൻ്റെ വേദനകൾ എത്രയോ നിസ്സാരമാണെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. ആ ഒരു തലത്തിലേക്കാണ് ഞാൻ ചിന്തിക്കുന്നത്. അങ്ങനെയാണ് ജീവിതത്തിന് കൂടുതൽ ആത്മവിശ്വാസം എനിക്കുണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ വേദന അനുഭവിക്കുന്നവരെ കാണുമ്പോൾ അവർ മീറ്റിങ്ങുകളിലൊക്കെ പറയാറുള്ളത് പോലെ തന്നെ വൈകല്യം ഒരു കുറവല്ല, പക്ഷേ അത് വെല്ലുവിളിയിൽ അതിജീവിക്കാനുള്ള കരുത്താക്കി മാറ്റണം. ആ ഒരു ബോധ്യം സൃഷ്ടിക്കാനാണ് പ്രത്യേകിച്ച് ഞങ്ങളുടെ സംഘടന ശ്രമിക്കുന്നത്. പ്രത്യേകിച്ച് ഈ സംഘടനാ പ്രവർത്തനത്തിലൂടെ ഞാൻ വീട്ടിൽ ചെന്നാൽ നേരത്തെ പറഞ്ഞ പോലെ ദിവസം ഏറ്റവും കുറഞ്ഞത് 3 മണിക്കൂർ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ, സ്കൂളിൽ നിന്ന് വീട്ടിൽ ചെന്നാൽ അവരുടെ കൂടെ ചിലവഴിക്കുന്ന അവസ്ഥയാണ്. വീഡിയോ കോളും കോൺഫറൻസ് കോളുമായിട്ട് അവരുടെ കൂടെ ചിലവഴിക്കും. അവരുടെ വേദനകളൊക്കെ പങ്കുവയ്ക്കും. അവരുടെ ആവശ്യങ്ങളൊക്കെ എന്നോട് പറയാറുണ്ട്. അതൊക്കെ ഞാൻ തീർച്ചയായിട്ടും മറ്റുള്ളവരുമായി ഷെയർ ചെയ്ത് നടത്തി കൊടുക്കാവുന്നതെല്ലാം ഈ ഏതാണ്ട് 14 കൊല്ലം കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ചെയ്യുന്നുണ്ട്. അതിന് ഒത്തിരി പേരുടെ സഹായമുണ്ട്. അവരുടെയൊക്കെ നിരന്തരമായ പ്രോത്സാഹനവും സഹായവുമാണ് മുന്നോട്ടുള്ള എൻ്റെ പ്രയാണത്തിന് എനിക്ക് കരുത്താകുന്നത്. മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വികാരച്ചന്മാർ ഇവിടെ ഉണ്ടായിരുന്നവരെല്ലാം തന്നെ വളരെ ആത്മാർത്ഥമായ സഹകരണം. പ്രത്യേകിച്ച് പള്ളിയിലൊക്കെ എനിക്ക് വേണ്ടി തന്നെ പ്രത്യേക റാമ്പ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നേരത്തെ നമ്മുടെ പള്ളിയിൽ റാമ്പില്ലായിരുന്നു. ഏതാണ്ട് 75,000 രൂപയോളം മുടക്കിയാണ് അച്ഛന് ഒരു 5-8 കൊല്ലം മുമ്പ് വലിയൊരു റാമ്പ് ഇവിടെ ഉണ്ടാക്കി തന്നപ്പം. അതുകൊണ്ട് നമുക്കെല്ലാം ഞായറാഴ്ചയിലും കുർബാനയിൽ, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനും പറ്റുന്നുണ്ട്. ആ വലിയൊരു ഭാഗ്യവും നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ സുഹൃത്തുക്കൾ, അതായത് ഫ്രണ്ട്സ്, അതുപോലെ ഒരു ബന്ധുക്കാർ, അവരൊക്കെ എപ്പോഴും എന്താവശ്യത്തിനും ഓടി വരും, എന്ത് സഹായത്തിനും തയ്യാറായിട്ട് കൂടെയുണ്ട്. അങ്ങനെ ഇവരുടെ എല്ലാം കൂട്ടായ പരിശ്രമമാണ് ഞാനാക്കി മാറ്റുന്നതിൽ ഏറ്റവും വലിയ ഒരു പങ്ക് വഹിച്ചിട്ടുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഇതിനെല്ലാം എന്നെ ഒരുക്കുന്ന, എനിക്ക് ശക്തി തരുന്ന സർവശക്തനായ ദൈവത്തിനുള്ള നന്ദി എപ്പോഴും ഞാൻ ആരോട് സംസാരിച്ചാലും ആ നന്ദി പങ്കുവയ്ക്കാറുണ്ട്. ദൈവമാണ് ഈ കരുത്ത് തരുന്നത്. ആത്മാവിൻ്റെ ശക്തിയാലാണ് മുന്നോട്ട് പോകാൻ എനിക്ക് കൂടുതൽ ഊർജം തരുന്നത്. അതെപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്. അങ്ങനെ ജീവിതത്തിൽ ഇത്രയും കാലം സന്തോഷമായി മുന്നോട്ട് പോയി. ഇനിയും അതിന് സർവേശ്വരൻ ഇടവരുത്തുമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമുക്കറിയാം, വൈകല്യം എന്ന് പറയുന്ന ഒരു കുറവ് ആണ് എന്നൊരു ചിന്തയിലാണ് പലരുമുള്ളത്. നമുക്കറിയാം, ഡിസേബിൾഡ് എന്നുള്ള വാക്ക് തന്നെ ഇപ്പോൾ ഉപയോഗിക്കാറില്ല. ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്ന ഒരു വാക്കാണ് ഇപ്പോൾ ഉപയോഗിക്കുക. അപ്പോൾ ഞാനെപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ഡിസബിലിറ്റിയിലെ എബിലിറ്റിയെ കണ്ടെത്താൻ നമുക്കെപ്പോൾ കഴിയുന്നോ അന്ന് നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകും. അന്ന് നമ്മുടെ ജീവിതം കൂടുതൽ പ്രകാശപൂരിതമാകുമെന്ന് ഞാൻ അസോസിയേഷനിലൊക്കെ എപ്പോഴും പറയാറുണ്ട്. എല്ലാവർക്കും കഴിവുകളുണ്ട്. ആ കഴിവിൻ്റെ ഡിസ് മാറ്റി എബിലിറ്റിയെ കണ്ടെത്തി ആ എബിലിറ്റിയെ പ്രോത്സാഹിപ്പിച്ചാൽ കൂടുതൽ കരുത്തോടെ, കൂടുതൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് കഴിയും എന്നൊരു ചിന്തയാണ് ഞാൻ ക്ലാസ് എടുക്കാൻ പോകുന്ന ജില്ലാ മീറ്റിങ്ങുകളിലൊക്കെ ഞാൻ കൊടുക്കാറുള്ളത്. അതൊക്കെ അവർക്ക് വലിയ സന്തോഷം നൽകുന്ന, ജീവിതത്തിന് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിലൂടെയൊക്കെ ഈ കഴിഞ്ഞ 14 കൊല്ലം സഞ്ചരിക്കാൻ പറ്റിയത് വലിയൊരു അനുഗ്രഹമായിട്ട് കാണുന്നു. ഇങ്ങനെയുള്ളവരുടെ വേദനകൾ അറിയാനും ആ വേദനകൾ മനസ്സിലാക്കി അവരെ സഹായിക്കാനും സാധിക്കുന്നത്
ഒത്തിരിയേറെ സന്തോഷം പ്രദാനം ചെയ്യുന്ന കാര്യമായിട്ടാണ് ഞാൻ എൻ്റെ 14 കൊല്ലത്തെ ഈ പ്രവർത്തനത്തിലൂടെ മനസ്സിലാകുന്നത്. ഏതാണ്ട് ഇപ്പോൾ 25 കൊല്ലം കഴിഞ്ഞ് 26ാം കൊല്ലത്തിലാണ് വീൽ ചെയറിൽ ഞാനുള്ളത്. ഈ 26 കൊല്ലവും സാധാരണ ഒരു മനുഷ്യൻ ചെയ്യാവുന്ന പ്രവർത്തികളെല്ലാം ചെയ്യാൻ ഞാൻ പരിശ്രമിക്കും. അത് എനിക്ക് പറ്റില്ല എന്ന് ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. ഏത് കാര്യവും ചെയ്യാൻ പറ്റുമെന്നൊരു ആത്മവിശ്വാസമാണ് എനിക്ക് മുന്നോട്ട് കരുത്തായിട്ടുള്ളത്. ആ ഒരു ചിന്തയിലാണ് വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. ആ ഒരു ചിന്ത മുന്നോട്ടും എനിക്കുണ്ടാകും. ഈ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ ദൈവത്തിൻ്റെ വലിയ കൃപ എപ്പോഴുമുണ്ട്. അതാണ് എൻ്റെ വലിയ കരുത്തെന്ന് ഞാൻ കരുതുകയാണ്.